നമ്മുടെ വീടുകളിൽ നിന്നും കൊതുകിനെ എങ്ങനെ അകറ്റാം, അതിൻ്റെ കടിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, അതിനു വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചിരാതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൺചിരാതൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുമല്ലോ. ചിരാതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു കറുപാത്രം എടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മസ്റ്റാർഡ് ഓയിലാണ് കേട്ടോ, നമ്മുടെ കടുകെണ്ണ. അതാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ മസ്റ്റാർഡ് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് കടുക് ചതച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ തിളപ്പിച്ചെടുത്താലും മതി. കടുകെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തിരി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്, അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കായിട്ട് കുറച്ച് ഗ്രാമ്പു കൂടി നമുക്ക് വേണം. ഞാനിവിടെ 2 ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത്. കൊതുകിനെയും ഈച്ചയെയൊക്കെ തുരത്തി ഓടിക്കാൻ വളരെ വളരെ എഫക്റ്റീവായ ഐറ്റംസാണ് കേട്ടോ നമ്മുടെ ഗ്രാമ്പുവും വെളുത്തുള്ളിയൊക്കെ. കടുകെണ്ണയിലേക്ക് ഗ്രാമ്പു ഇട്ടതിന് ശേഷം ഒരു കട്ട കർപ്പൂരം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിസരത്തുള്ള കൊതുകെല്ലാം വീട്ടിലേക്ക് ഇരച്ചു കയറുന്നത് സന്ധ്യാസമയത്താണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്നുണ്ടാക്കി നമ്മുടെ സിറ്റ് ഔട്ടിലോ റൂമിനകത്തോ എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ സ്മെല്ല് കാരണം ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല. എന്നും ഇങ്ങനെ വെളുത്തുള്ളിയും ഗ്രാമ്പും ഒക്കെ അരിഞ്ഞിട്ട് ചെയ്യാൻ പാടാണെങ്കിൽ കുറച്ച് കടുകെണ്ണയിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഗ്രാമ്പുവും ഇട്ട് നന്നായിട്ടും ചൂടാക്കിയ ശേഷം എടുത്തു വെച്ചിട്ട് ദിവസവും അതിൽ നിന്നും കുറേശ്ശെ എടുത്ത് കത്തിച്ചാൽ മതി. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ടും കടുകെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും നമുക്കൊരു മൺചിരാതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ. 3-4 ഗ്രാമ്പു കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് കത്തിച്ച് വയ്ക്കാം. സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സമയത്തോ ഇതുപോലെ ഒന്നുണ്ടാക്കി നമ്മുടെ റൂമിനകത്ത് കത്തിച്ച് വെച്ചാൽ നമ്മുടെ റൂമിനകത്തുള്ള കൊതുകെല്ലാം പുറത്തേക്ക് പറന്നു പോകും. മാത്രമല്ല ഒരൊറ്റ കൊതുക് പോലും പുറത്തുനിന്നും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല. കടുകെണ്ണയും കാപ്പിപ്പൊടിയും ഗ്രാമ്പും ഒക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത്. ഈ ടിപ്സ് രണ്ടും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ചെയ്യാമല്ലോ. കൊതുകിന് അത്ര നിസ്സാരക്കാരനായിട്ടൊന്നും കാണല്ലേ. കൊതുകിന് ഡെങ്കിപ്പനി പോലെ മാരക രോഗങ്ങൾ വരുത്താനുള്ള കഴിവുണ്ട്, അത് നിസ്സാരമാക്കി കളയരുത്. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കടുകാണ് എടുത്തിട്ടുള്ളത്. ഈ കടുക് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകിനോടൊപ്പം 2-3 വെളുത്തുള്ളി അല്ലികൾ കൂടി ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ അതിൻ്റെ തോലൊന്നും കളയണ്ട കേട്ടോ, തോലോട് കൂടി തന്നെയാണ് നമുക്കിത് ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കടുകും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ, ഒരു രൂക്ഷമായ സ്മെല്ലാണിതിന്. ഈ സ്മെല്ലാണ് കൊതുകിനെയും ഈച്ചേനെയൊക്കെ തുരത്തി ഓടിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ. വെട്ടിത്തിളച്ച വെള്ളമൊന്നും വേണ്ട, നല്ല ചൂടുള്ള വെള്ളം മതി. ഒരു കട്ട കർപ്പൂരം കൂടി നമുക്കിതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് കർപ്പൂരത്തിൻ്റേത്. പക്ഷേ ഈച്ചയ്ക്കും കൊതുകിനും പ്രാണികൾക്കും ഒന്നും അതിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ല. കർപ്പൂരം പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ വെള്ളത്തിന് നല്ല ചൂടല്ലേ, ഇതൊന്ന് തണുത്ത് കിട്ടണം. മാത്രമല്ല ഇതിൻ്റെ സ്മെല്ല് പോകാനും പാടില്ല, അതുകൊണ്ടാണ് ഇത് അടച്ചു വയ്ക്കുന്നത്. കടുകും കർപ്പൂരവും വെളുത്തുള്ളിയൊക്കെ ചേർന്ന് നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പം എടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. കർപ്പൂരത്തിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും കടുകിൻ്റെയും ഒക്കെ സ്മെല്ല് ചേർന്ന വല്ലാത്തൊരു രൂക്ഷഗന്ധം. ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യമുള്ള സമയത്തോ ഇത് നമ്മുടെ വീടിനകത്ത് മുഴുവനും സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കട്ടിലിനടിയിലും മേശയ്ക്കടിയിലും കിച്ചൺ കൗണ്ടർ ടോപ്പിനടിയിലും ഒക്കെയാണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സന്ധ്യാസമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഭാഗത്തൊക്കെ ഒളിച്ചിരിക്കുന്ന കൊതുകെല്ലാം കൂട്ടത്തോടെ പുറത്തേക്ക് പറന്നു പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടിയിലും വിൻഡോ കർട്ടൻ്റെയൊക്കെ പിറകിലും ഒളിച്ചിരിക്കുന്ന പല്ലീനെയും പാറ്റേനെയൊക്കെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണിത്. കൊതുകിനകറ്റാനുള്ള നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളയ്ക്ക് പകരമായിട്ട് 2-3 ചുവന്നുള്ളി എടുത്താലും മതി. നമ്മളെടുത്ത സവാള ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സവാളയും പെരിഞ്ജീരകവും ഒക്കെ കൊതുകിനെയും ഈച്ചയെയും ഒക്കെ തുരത്തി ഓടിക്കാൻ വളരെ വളരെ എഫക്റ്റീവായ ഐറ്റംസാണ്. ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം.
സവാളയും പെരിഞ്ചീരകവും ഒക്കെ ചേർത്ത് അരച്ചപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്മെല്ലാണിത്. പക്ഷേ ഈച്ചയ്ക്കും കൊതുകിനും ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ല് കൂടിയാണിത്. അരച്ചെടുത്ത മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് വിനാഗിരി, അതായത് 1/2 സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കൊതുകിന് ഓടിക്കാനുള്ള നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൽ നിന്നും വരുന്നത്. ഇതിങ്ങനെ തന്നെ ഈ പാത്രത്തോടു കൂടി നമ്മുടെ ജനാലയുടെ അടുത്തോ അല്ലെങ്കിൽ റൂമിനകത്തോ എവിടെയെങ്കിലും വയ്ക്കാവുന്നതാണ്. കുറച്ച് കോട്ടൺ എടുത്ത് ഞാൻ ഈ മിക്സിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു ചിരട്ടയിലോ പാത്രത്തിലോ വെച്ചതിന് ശേഷം നമുക്ക് ജനാലയുടെ സൈഡിന് കൊണ്ടുവയ്ക്കാം. 2-3 ചിരട്ടയിൽ ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ വീടിനകത്ത് എല്ലായിടത്തും വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ സ്മെല്ല് കാരണം പുറത്തുനിന്നും ഒരൊറ്റ കൊതുകോ ഈച്ചയോ ഒന്നും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്